നമസ്കാരം. ടീച്ചറമ്മ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വ്യാസ മഹർഷിയുടെ ജനനത്തെ കുറിച്ചാണ്. എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ. ഓക്കെ. അപ്പം വ്യാസഭഗവാൻ പരാശര മുനിക്ക് കാളി എന്ന് പറഞ്ഞ മുക്കുവ സ്ത്രീയിലുണ്ടായ മകനാണ്. ബാല്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹം ഒരു ദ്വീപിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിന്റെ ജനനത്തിനെ കുറിച്ചും വളരെ അത്ഭുതകരമായ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോ അദ്രിക എന്ന് പറയുന്ന ഒരു അപ്സരസ് മത്സ്യരൂപിയായി നദിയിൽ വന്നു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മുക്കുവ ശ്രേഷ്ഠൻ ഈ മത്സ്യത്തെ പിടിച്ചപ്പോ അത് ഗർഭിണിയായിരുന്നു. അതിൽ നിന്ന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടായി. ആ പെൺകുട്ടിയാണ് കാളി. ആ കാളി എന്നിട്ട് ഈ മത്സ്യകന്യക അപ്രത്യക്ഷയായി. അപ്പോ ഒരു മകൻ ഉണ്ടായിരുന്നതിനെ ഒരു രാജാവിന് വളർത്താനും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മത്സ്യകന്യ അപ്രത്യക്ഷമായതിനു ശേഷം ഈ മുക്കുവ ശ്രേഷ്ഠൻ ഈ പെൺകുട്ടിയെ വളർത്തി. അപ്പൊ ഈ മുക്കുവൻ അക്കരെ ഇക്കരെ തോണിയിൽ യാത്രക്കാരെ കടത്തുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയും വളർന്നു എന്നനുസരിച്ച് പിതാവിനെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പരാശര മഹർഷി നദിയിൽ അക്കരെ കടക്കാനായിട്ട് വന്നപ്പോ ഈ മുക്കുവ ശ്രേഷ്ഠൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാരാജാവിനെ കണ്ടാലും എഴുന്നേക്കാൻ പാടില്ല, ദേവേന്ദ്രൻ വന്നാലും എഴുന്നേക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം. അപ്പൊ എന്ത് ചെയ്തു, മകളെ വിളിച്ചിട്ട് പറഞ്ഞു മുനിയെ നദിയിൽ അക്കരെ കടത്തി വിടാൻ പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി യൗവനയുക്തയായ സുന്ദരിയായ കാളി തന്റെ തോണിയിൽ പരാശര മഹർഷിയുമായിട്ട് തുഴഞ്ഞ് അക്കരെ പോകാനായിട്ട് പോയി. ആ സമയത്ത് ആ നദിയിലെ ഓളങ്ങളും സുന്ദരിയായ സ്ത്രീയെയും കണ്ടപ്പോ പരാശര മഹർഷി വികാരലോലുപതനായി. അദ്ദേഹം അവളുടെ അടുത്തേക്ക് അടുത്തപ്പോ അവള് പറഞ്ഞു, ഒരിക്കലും എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ കന്യകയായി തന്നെ ഇരിക്കണം, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ മഞ്ഞുകൊണ്ടൊരു മറയുണ്ടാക്കി. ഒരു ദ്വീപ് പോലെ 4 ഭാഗവും ആരും കാണാത്ത മഞ്ഞുകൊണ്ടുള്ള ഒരു ദ്വീപ് ഉണ്ടാക്കി. അതിനകത്ത് അവര് പ്രണയവിവശരായി കഴിയുകയും കാളി ഗർഭിണിയാകുകയും ചെയ്തു. അപ്പൊ ഈ കാളിക്ക് മത്സ്യഗന്ധമാണ്, മീനിന്റെ മണമാണ്. അപ്പൊ അത് മാറിയിട്ട് അവൾക്ക് കസ്തൂരി ഗന്ധം പരാശര മഹർഷി നൽകി. അപ്പോ ഗർഭിണിയായി അവളോട് പറഞ്ഞു, നീ നല്ല മിടുക്കനായ ഒരു മകനെ പ്രസവിക്കും, അതിനുശേഷം നീ കന്യകയായി തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നദിയിൽ അക്കരെ ഇറങ്ങി സ്നാനവും ചെയ്ത് അദ്ദേഹം അങ്ങ് പോയി. ഈ കാളി മകനെ പ്രസവിച്ചു. പെട്ടെന്ന് തന്നെ പുത്രൻ വലുതായിട്ട് പറഞ്ഞു, അമ്മ ഒരിക്കലും വിഷമിക്കണ്ട, അമ്മ പൊക്കോളൂ, ഞാൻ ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിക്കും. അപ്പോ അമ്മയ്ക്ക് എപ്പോ എന്നെ കാണണമെന്ന് പറയുന്നു ആ നിമിഷം അമ്മയുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് പിന്നെ വ്യാസൻ വ്യാസൻ. അപ്പോ അദ്ദേഹം വേദത്തെ പകുത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്നുള്ള പേരും ഉണ്ടായി. അപ്പൊ വേദവ്യാസന്റെ ബാല്യത്തിലെ പേര് കൃഷ്ണൻ, അത് കഴിഞ്ഞ് ദ്വീപിൽ ജനിച്ചുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ, പിന്നെ അത് കഴിഞ്ഞ് വേദങ്ങളെ പകുത്തത് കൊണ്ട് അദ്ദേഹം വേദവ്യാസൻ ആയി. അപ്പൊ അങ്ങനെ വേദവ്യാസൻ എങ്ങനെയാണ് മഹാഭാരതം എഴുതിയതെന്നുള്ളതും ഈ വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അദ്ദേഹം പഠിച്ചതാണെന്നുള്ളതും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ കാളി തന്റെ മുക്കുവനായ അച്ഛനോടൊപ്പം അവിടെ താമസിക്കുകയും ചെയ്തു. ഇനിയാണ് യഥാർത്ഥത്തിൽ
പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതകഥ വരുന്നത്. അപ്പൊ അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റാം. പിന്നെ എല്ലാവരും ഇത് കാണണം. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്റെ മക്കളോട് പറഞ്ഞിരുന്നു. അവരതൊക്കെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. എല്ലാവർക്കും A+ ഒക്കെ കാണും. +2 റിസൾട്ട് വന്നു. ഇനിയും വിവിധ തരത്തിലുള്ള പഠനങ്ങളിലേക്ക് അവർക്ക് പോകണം. അപ്പം ആ പഠനങ്ങള് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വിശ്രമ സമയങ്ങളിലാണ് നിങ്ങൾ ഈ കഥകളൊക്കെ വായിക്കേണ്ടത്. പഠന സമയം എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോ നിങ്ങളുടെ ഈ പ്രായത്തിൽ, അതായത് ഒരു 5 വയസ്സിൽ നമ്മള് 1ാം ക്ലാസ്സിൽ അല്ലെ 6 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേരുന്നത് മുതല് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ധർമ്മം. മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ രക്ഷകർത്താക്കള് അല്ലെ മാതാപിതാക്കൾ അവരുടെ കഴിവിനനുസരിച്ച് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പോ ഈ ബാല്യങ്ങൾ അല്ലെങ്കിൽ ഈ കൗമാരങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ ഈ ബാല്യ കൗമാരങ്ങൾ ഏറ്റവും സന്തോഷപൂർണവും ഏറ്റവും സുന്ദരവും ഏറ്റവും അനുസരണശീലവും മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള സ്വഭാവവും എല്ലാം കൂടി കലർന്ന നല്ല മക്കളായി നാളത്തെ നല്ല പൗരന്മാരായി വളർന്നു വരുന്നതിന് ശീലിക്കേണ്ടതാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശീലിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അവസാന കാലം വരെ നമ്മളിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായി അടുത്ത അഡ്മിഷനൊക്കെ നേടണം. അടുത്ത ക്ലാസ്സുകളിലേക്ക് പുതിയ യൂണിഫോം, പുതിയ സ്കൂളുകള് അങ്ങനെ മാറുമ്പോൾ എപ്പോഴും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ടീച്ചറമ്മ നല്ല കൂട്ടുകാരെന്ന് പറയുന്നത് പണമോ സാമ്പത്തികമോ ഒന്നും നോക്കിയല്ല, ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല, നല്ല സ്വഭാവ ഗുണം. നമുക്ക് നല്ല സ്വഭാവ ഗുണം വേണം. അതുപോലെ സ്വഭാവ ഗുണമുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് കളിക്കാം, പഠിക്കാം. ഇപ്പം ഒരുപാട് സൗകര്യങ്ങള് കളിക്കാനായാലും പഠിക്കാനായാലും ഒക്കെ കിട്ടുന്നുണ്ട്. പഴയ ഒരു കാലഘട്ടത്തിൽ അത്രയൊന്നും ഇല്ല. അതുപോലെ തന്നെ അച്ഛനമ്മമാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. അവര് പറയുന്നതിന് നമ്മൾ ചെവി കൊടുക്കണം. അവര് പറയുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ തോന്നുന്നു വേറെ ജോലിയില്ല, അവർക്ക് അതും ഇതുമൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അവര് നമ്മളെ നേർവഴിക്ക് നയിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല ബുക്കുകൾ സെലക്ട് ചെയ്യുന്നവരായിരിക്കണം കൂട്ടുകാരെയും സെലക്ട് ചെയ്യണം. അതെ, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. വായനാശീലം നമ്മുടെ തലമുറ, നിങ്ങളുടെ തലമുറയ്ക്ക്, ഞങ്ങളുടെ തലമുറയ്ക്കല്ല, നിങ്ങളുടെ തലമുറയ്ക്ക് തീരെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എപ്പോഴും ഫോണിൽ തന്നെ ഇങ്ങനെ ഫോൺ മാനിയ എന്ന് പറയും അല്ലെ. ഫോണിൽ തന്നെ എപ്പോഴും ഇങ്ങനെ എഴുതാൻ നമ്മുടെ ബ്രെയിനില് വലുതായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമെന്നൊക്കെ ഫോണുകാർ പറയുമായിരിക്കും, പക്ഷെ അതുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മള് കൊച്ചു ക്ലാസ് മുതലേ എഞ്ചുപടി പഠിക്കുമായിരുന്നു. 1 തൊട്ട് 12 വരെയും 1 തൊട്ട് 15 വരെയുള്ള എഞ്ചുപടി നമ്മൾ പഠിക്കായിരുന്നു. എഞ്ചുപടി എന്ന് പറഞ്ഞാൽ ഗുണനപ്പട്ടിക. ഈ ഗുണനപ്പട്ടിക നമ്മൾ പഠിച്ച്, അതായത് ഒരു 50 വർഷം മുമ്പ് ഞാൻ പഠിച്ച ഗുണനപ്പട്ടിക എല്ലാം എനിക്കിപ്പോഴും കാണാതറിയാം. ഒരിക്കലും എല്ലാരും എന്താ ചെയ്യണം, ഇപ്പം പെട്ടെന്ന് തന്നെ ഫോണില് എടുത്ത് കാൽക്കുലേറ്റർ ഫോണിലൊക്കെ എടുത്ത് കണക്ക് കൂട്ടും. ഞാൻ അങ്ങനെ കണക്ക് കൂട്ടാറില്ല. എനിക്ക് അങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മൾ ആ ഗുണനപ്പട്ടിക നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് നല്ല കുട്ടികളായിട്ട് നമുക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരവരുടെ 10 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ളവർക്ക് അവരവരുടെ വസ്ത്രം കഴുകിയിടാം അല്ലെ, മിട്ടം തൂർത്തു കൊടുക്കാം, തേങ്ങ തിരുവി കൊടുക്കാം. ആണായാലും ശരി പെണ്ണായാലും ശരി. അതിന് ആൺ പെൺ വ്യത്യാസം ഇന്നില്ല, പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയാണ്. ആൺകുട്ടികളെക്കാൾ മിടുക്കരായിട്ട് പഠിക്കുന്നത് പെൺകുട്ടികളാണ്.
ഒരു പരിധി വരെ. അപ്പൊ അതുകൊണ്ട് ആ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, അത് അവരവരുടെ മതം അനുസരിച്ച് അവർ പ്രാർത്ഥിച്ചോട്ടെ, അവർ ജീവിച്ചോട്ടെ. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നമ്മുടെ സൗഹൃദങ്ങളിൽ എപ്പോഴും സ്നേഹവും കരുതലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണുക. അടുത്ത എപ്പിസോഡില് ടീച്ചറമ്മ തീർച്ചയായിട്ടും ബാക്കി ചെറിയ ചെറിയ കഥകളുമായിട്ട് വരുന്നതാണ്. നന്ദി, നമസ്കാരം.